ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അനിയൻ വരെ റെഡി ആയി കഴിഞ്ഞു. അവിടുന്ന് ഓടിപ്പിടിച്ച് ഞാൻ അമ്മായിമാരെയും കൂട്ടി നേരെ പോയി. ഓരോരുത്തർ ഓരോ സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വണ്ടി ഓർഡിനേറ്റ് ചെയ്തു. അവിടെ നമ്മൾ നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക്. നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് അനിയൻ അടിപൊളിയായിരുന്നു. അവിടുന്ന് വീട്ടുകാരൊക്കെ സാധനങ്ങൾ എടുത്തെടുത്തിട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ പ്രാന്ത് പിടിച്ച അനിയൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വാടകയെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടുകാരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ചെക്കനിട്ട് അതേ സ്വാഗോടുകൂടി നടക്കുന്ന മൂത്തമ്മയും ഒടുക്കത്തമ്മയാണ് നിങ്ങളെ കാണുന്നത്. ഇതിനിടയിൽ കൂടെ ബേബി നൈസായിട്ട് ഒരു മുട്ട എടുക്കാൻ ശ്രമിച്ചോ എന്നൊരു സംശയം. അങ്ങനെ നമ്മളോട് ഉപവിഷ്ടരായതിനു ശേഷം ഒരു ചായ കിട്ടി, നല്ല ചായ. അങ്ങനെ ആ ചായയും കുടിച്ചിട്ട് നമ്മളാരെ പരിപാടി തുടങ്ങി. അനിയൻ അതൊരു ബുക്കിംഗ് കൊടുത്തോണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 5 വർഷത്തോളമായിട്ടുള്ള അവരുടെ പ്രണയം ഇന്ന് സഫലീകരിക്കുകയാണ്. ഉമ്മ അതങ്ങോട്ട് ഉറപ്പിച്ചു. അതിനുശേഷം പെങ്ങളും അമ്മായിമാരും ഓരോരുത്തരായിട്ട് അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. അവസാനമായിട്ട് വന്നാണ് നമ്മുടെ ബേബിയാണ്. ബേബിക്ക് ഇത്രയും മുട്ടയെ അവർക്ക് കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ അവൻ ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഇനി ഇതിന്നൊക്കെ എനിക്ക് അവൻ പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട്. ഇതൊന്നും ഒരു ചില്ലറ പരിപാടിയല്ല. പിന്നെ എന്നെ കളിയാക്കുന്നവരോട് ഇതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ ടെൻഷനൊക്കെ മാറി ഞങ്ങൾ ഒരു ഫ്രൂട്ട് സലാഡും കഴിച്ച് നേരെ പോയി കുറച്ച് ക്ലിക്കിങ്ങിന്. നമ്മുടെ കസിൻ ബ്രോ അമൽ ഷാദായിരുന്നു അനിയന്റെ പെണ്ണിന്റെ ക്യാമറമാൻ. ഇതിനിടെ കൂടെ ഉമ്മാക്കും അമ്മായിമാർക്കും ഭാവിമാരോട് കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ തടിച്ചുകൂടി. ഇതിനിടെ കൂടെ ചെക്കൻ എവിടെ നിന്ന് ചോദിക്കുന്നവരോട് ദേ നിൽക്കുന്നു ചെക്കൻ. കണ്ടു കഴിഞ്ഞ് 2 മണിക്കൂറായപ്പോഴേക്കും അമ്മായിമാർക്കൊക്കെ അവളെ പെരുത്ത് ഇഷ്ടമായി. ഇത് കഴിഞ്ഞപ്പോൾ കൈജുമായി ചോദിച്ചു നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരുന്നോടി കൊച്ചിനെന്ന്. ഇത് കേട്ടപ്പോൾ അനിയനാക്കറങ്ക എന്നാ ഇപ്പൊ എന്നെ കൊണ്ടായാലോ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷെ നടക്കൂല മുന്നേ. അങ്ങനെ നമ്മൾ സലാം പറഞ്ഞ് പരിപാടി കഴിഞ്ഞ് പോവാണ്. അതിനിടയ്ക്ക് എന്റെ റീൽസിനെയും യൂട്യൂബിനെയും കളിയാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായി പോകുന്നുണ്ട്. അമ്മായിമാരോട് സലാം പറയുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു. That's all for today. Ta-da!